സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ ഫെബ്രുവരി 15 നോമ്പ് 1-ാം ഞായർ. വചനഭാഗം ലൂക്ക അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മിശിഹായുടെ 40 ദിവസത്തെ ഉപവാസം. സൗജന്യമായി സൃഷ്ടിച്ചു, ജീവൻ കൊടുത്ത് രക്ഷിച്ചു. രചന ടോം അലക്സ് വഴുതനപ്പിള്ളിൽ. ദൈവത്തിൻ്റെ മൂലധനം. ലോകത്തെ സൃഷ്ടിക്കുന്നതിന് ദൈവത്തിന് മൂലധനം മുടക്കേണ്ടി വന്നില്ല. എന്നാൽ ലോകത്തെ രക്ഷിക്കുന്നതിന് ദൈവപുത്രന്റെ ജീവരക്തമാണ് വിലയായി നൽകേണ്ടി വന്നതെന്ന് ക്രിസ്തുവിൻ്റെ ജീവചരിത്രമെന്ന കൃതിയിൽ ഫുൾട്ടൻ ജേഷീൻ നിരീക്ഷിക്കുന്നുണ്ട്. ഈ മൂലധന സമാഹരണത്തിൻ്റെ തിരു ഒരുക്കങ്ങളായി മിശിഹായുടെ 40 ദിവസത്തെ ഉപവാസത്തെ അടയാളപ്പെടുത്തിയതാവട്ടെ ഇന്നത്തെ വചനവിചിന്തനങ്ങൾ. 40ന്റെ ആവർത്തനങ്ങൾ. 40 വർഷത്തെ മരുഭൂമിയിലൂടെയുള്ള അലഞ്ഞു നടപ്പിൻ്റെ ജീവിതാനുഭവം പേറിയ ഇസ്രായേൽ ജനം ദൈവസ്വരത്തിന് കാതോർക്കാൻ 40 ദിനരാത്രങ്ങൾ യാതൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാതെ സീനായ് മലയിൽ കഴിച്ചുകൂട്ടിയ മോശ, ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ ഹോറേബ് മലയിലേക്ക് 40 ദിവസം യാത്ര ചെയ്ത ഏലിയ, നശിപ്പിക്കപ്പെടാൻ പോകുന്ന നിനവേ നഗരത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിൽ വിശ്വസിച്ച് 40 ദിവസത്തെ ഉപവാസം ഏറ്റെടുത്ത നിനവേ വാസികൾ, ദിവ്യയാഗത്തിൻ്റെ പൂർത്തീകരണത്തിലുള്ള പരസ്യ ജീവിതാരംഭത്തിൻ്റെ ഒരുക്കമായി 40 പകലിരവുകൾ മരുഭൂമിയിൽ ഉപവാസത്തിൽ ചിലവഴിച്ച ദൈവപുത്രൻ. ഇവയെല്ലാം ദൃശ്യപ്പെടുത്തുന്നത് ദൈവസാന്നിധ്യാനുഭവത്തിലേക്ക് നടക്കുന്നതിൻ്റെയും ദൈവസ്വരത്തിനായി കാതോർക്കുന്നതിൻ്റെയും പോക്കുവരവുകളാണ്. ഈശോയുടെ മരുഭൂമി പരീക്ഷ. യേശുവിൻ്റെ മരുഭൂമി പരീക്ഷ സമാന്തര സുവിശേഷങ്ങളിലെല്ലാം വിവരിക്കുന്നുണ്ട്. ജോർദാനിലെ ജ്ഞാനസ്നാന സ്വീകരണാനന്തരം ദൗത്യനിർവഹണത്തിനായി പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായ യേശു ആത്മാവിനാൽ തന്നെ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു എന്നതാണ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരുഭൂമി ഒരേ സമയം പൈശാചിക ശക്തികളുടെയും ദൈവസാന്നിധ്യത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും വേദിയായി സുവിശേഷങ്ങൾ വരച്ചിടുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഈ അവസരത്തിൽ ഓർത്തെടുക്കപ്പെടേണ്ടതാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി അവനെ സുഖലോലുപതയുടെയും അധികാര ഗർവുകളുടെയും പരസ്പര വിശ്വാസമില്ലായ്മയുടെയും ഇടനാഴികളിലേക്ക് നയിക്കാൻ പൈശാചിക ശക്തികൾ ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴും അവയിൽ നിന്ന് വിമോചിതരാകാൻ ഒരു ദൈവസാന്നിധ്യം സദാ നമ്മളിൽ ഒരു നിശബ്ദ സാന്നിധ്യമായി കുടികൊള്ളുന്നുണ്ട്. സാത്താൻ ഒരുക്കുന്ന കുറുക്കുവഴികൾ. ആ ദിവസങ്ങളിൽ ഒന്നും ഭക്ഷിക്കാകയാൽ വിശന്നിരുന്ന ഈശോയെ സമീപിച്ച് സാത്താൻ പരീക്ഷയുടെ ത്രിതല വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇന്നിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജനപ്രീതി പിടിച്ചു പറ്റാവുന്ന 3 ഓഫറുകൾ. അപ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും വിജയത്തിൻ്റെയും മേഖലകളിൽ മിന്നും വിജയം നേടാനാകുന്ന കുറുക്കുവഴികളാണ് സാത്താൻ ഈശോയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കല്ലിനെ അപ്പമാക്കിക്കൊണ്ട് ക്ഷിപ്രവേഗത്തിൽ കാര്യസാധ്യത്തിനുള്ള 1-ാമത്തെ വാഗ്ദാനം. തന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ സർവ്വ അധികാരവും വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ അടവുനയം പ്രതിഫലിപ്പിക്കുന്ന 2-ാമത്തെ വാഗ്ദാനം. ദേവാലയ ഗോപുര ശൃംഖത്തിൽ നിന്ന് പരുക്കേൽക്കാതെ താഴേക്ക് ചാടി ലോകരെ വിസ്മയിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെപ്പടി വിദ്യയുടെ 3-ാമത്തെ വാഗ്ദാനം. കുരിശനായുധം സ്വീകരിച്ചുകൊണ്ട് സ്വപിതാവിൻ്റെ ഹിതം നിറവേറ്റാനൊരുങ്ങുന്ന ദൈവപുത്രൻ്റെ മുൻപിൽ കാര്യസാധ്യത്തിനായി 3 കുറുക്കുവഴികൾ അവതരിപ്പിച്ച് കുരിശിൻ്റെ മാർഗം ഉപേക്ഷിക്കാൻ പ്രലോഭിപ്പിക്കുന്ന സാത്താനെയാണ് സുവിശേഷങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത്. സാത്താനുമായുള്ള സംഭാഷണത്തിൽ പിശുക്ക് കാട്ടുന്ന ഈശോ. മരുഭൂമിയിലെ പ്രലോഭനവേളയിൽ പ്രലോഭകനുമായി ദീർഘസംഭാഷണത്തിന് ഈശോ മുതിരുന്നതായി നാം കാണുന്നില്ല. അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ജീവിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നീ ഹ്രസ്വമായ മറുപടികളിലൂടെയാണ് പരീക്ഷകളുടെ മേൽ ഈശോ വിജയം നേടുന്നത്. നുണയനും നുണയൻ്റെ പിതാവുമായ പ്രലോഭകനെ ദൈവവചനം കൊണ്ട് നേരിടുന്ന ഈശോയെ ഈ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നു. പ്രലോഭനങ്ങൾ നമുക്ക് ചുറ്റും. ആധുനിക ലോകരും പ്രലോഭനങ്ങളുടെ മധ്യേ ജീവിക്കുന്നവരാണ്. മരുഭൂമി പരീക്ഷയിൽ പ്രകടമായ അപ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും വഴികളിൽ മുന്നേറാൻ കുറുക്കുവഴികൾ പ്രത്യക്ഷപ്പെടുന്ന പ്രലോഭന അവസരങ്ങൾ നമുക്ക് ചുറ്റും സുപരിചിതങ്ങളുമാണ്. ദീർഘവും ക്ലേശകരവുമായ വഴികളിലൂടെ വിജയം നേടാൻ ശ്രമിക്കുന്ന വേളകളിൽ മനുഷ്യ ജീവിതങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന കുറുക്കുവഴികൾ പ്രഥമ ദൃഷ്ട്യാ സ്വീകാര്യമായി തോന്നാം. നമ്മളെ വശത്താക്കാൻ നമുക്ക് മുമ്പിൽ നിരത്തപ്പെടുന്ന പ്രലോഭകൻ്റെ ഓഫറുകളായി അവയെ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വേരുറപ്പ് നിർവഹിക്കപ്പെടുന്നത്. കുരിശിൻ്റെ ബലിയിലൂടെ ലോകരക്ഷയ്ക്കായി മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വന്ന ദൈവപുത്രനെ കേവലം ഒരു പാചകക്കാരൻ്റെ റോളിലേക്ക് മാറ്റി വിസ്മയം തീർക്കാൻ പിശാചി ക്ഷണിച്ചത് മരുഭൂമിയിലെ പരീക്ഷയിൽ നാം കണ്ടതാണ്. ദൈവപുത്രനെ പരീക്ഷിക്കാൻ ശ്രമിച്ച പ്രലോഭകൻ ഇന്ന് നമുക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്നത് നാം മറന്നുകൂടാ. പ്രഭാഷകൻ ഓർമ്മപ്പെടുത്തുന്നു,
കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തവന് സാധിക്കും. തിരുവചനങ്ങളും ദൈവാഭിമുഖ്യവും പ്രലോഭനങ്ങളെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ. വേഗമേറുന്ന കാലം കൂടുതൽ സുഖമുള്ളതായി മാറിയോ? ഒരു പ്രമുഖ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ ശൃംഖലയുടെ മേധാവി ഈയിടെ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം ഇപ്രകാരമായിരുന്നു: സ്പീഡ് ഈസ് നോ ലോങ്ങർ എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് എ ബേസ് ലൈൻ എക്സ്പെക്റ്റേഷൻ. അതെ, വേഗമെന്നത് ഇന്നിൻ്റെ ഒരു അനിവാര്യതയായി മാറി എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ലോകം അങ്ങനെ തന്നെയാണ് താനും എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് കാര്യങ്ങളുടെ ഗതിവിഗതികളും. ലോകത്തിൻ്റെ ഈ ധൃതിയിൽപ്പെട്ട് ആത്മീയ പോരാട്ടങ്ങളിൽ നിന്ന് പലപ്പോഴും പിഴുതെറിയപ്പെടുന്ന അവസ്ഥാന്തരങ്ങളിലേക്ക് നാം മാറിപ്പോകുന്നു എന്നത് ഒരു ഓർമ്മപ്പെടുത്തലായി നാം കൂടെ കൂട്ടണം. ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി നിർത്താതെയുള്ള ഓട്ടങ്ങളിൽപ്പെട്ട് ക്ഷീണിതരാകുമ്പോഴാണ് പ്രലോഭകർ നമുക്ക് മുമ്പിൽ രക്ഷകരെന്ന ഭാവത്തിൽ പ്രത്യക്ഷരാകുന്നത്. വിശന്നിരുന്ന ഈശോയുടെ മുമ്പിൽ പിശാച് എത്തിയതുപോലെ നിത്യജീവിതങ്ങളുടെ പദപ്രശ്നങ്ങൾ പൂരിപ്പിക്കാനാവാതെ ഉഴലുമ്പോഴാണ് പ്രലോഭന വേഷങ്ങൾ പലപ്പോഴും നമുക്ക് മുമ്പിൽ അവതരിക്കുക. കാത്തിരിക്കുന്നവനാണ് പ്രലോഭകൻ. വിശക്കുന്നതുവരെ അവൻ ഇടപെടുകയില്ല. വിശന്നു തുടങ്ങുമ്പോൾ അവൻ്റെ മുഖം ദൃശ്യപ്പെടും. ധനസമ്പാദനവും അധികാര കസേരകളും ക്ഷിപ്രവിജയങ്ങളും ഈ ഗണത്തിൽ ചേർക്കപ്പെട്ടേക്കാം. ഓർക്കേണ്ടത് പ്രലോഭകനുമായി തിരുസുതൻ സംഭാഷണത്തിനോ സംവാദത്തിനോ മുതിർന്നില്ല എന്നതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നു: ജീസസ് നെവർ enters into a dialogue with the devil, but he repels his insinuations with the beneficent words of the scripture. It is an invitation to us too. One cannot defeat him by negotiating with him. He is stronger than us. We defeat the devil by countering him with faith and divine words. നോമ്പുകാലം നല്ല ഓട്ടങ്ങളുടെ കാലം. നല്ല ഓട്ടമോടി എന്ന് അവകാശപ്പെടാൻ നമ്മുടെ പക്കൽ ഒട്ടേറെ ന്യായീകരണങ്ങളുണ്ട്. എന്നാൽ വേണ്ടതുപോലെ ഓടിയോ വേണ്ടിടത്ത് ഓടിയോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമേകുന്നതാകട്ടെ ഈ നോമ്പുകാലം. 40 ദിനരാത്രങ്ങൾ ദൈവത്തോടൊപ്പം വസിച്ച് സീനായി മലയിൽ നിന്നും താഴേക്ക് വന്ന മോശയുടെ മുഖം തേജോമയമായിരുന്നു. പ്രശോഭിതമായിരുന്ന മുഖം കണ്ട് അവനെ സമീപിക്കുവാൻ അഹ്റോനും ഇസ്രായേൽ ജനവും ഭയപ്പെട്ടു. ഈ നോമ്പുകാലം നമ്മുടെ മുഖങ്ങളെയും തേജോമയമാക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിലുള്ള മൂലധനം ശേഖരണത്തിൻ്റെ വഴികൾ സുഗമമാവുകയും ചെയ്യട്ടെ.